ഹലോ ഗൈസ്, ദിസ് ഇസ് ഹൃദ്യ വൺസ് അഗൈൻ. എല്ലാവരും ഓണമൊക്കെ അടിച്ചു പൊളിച്ചില്ലേ? ഓണാവധിക്ക് ഞാൻ പോയതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ലൊക്കേഷൻ ഉണ്ട്. അവിടെയാണ് ഞാൻ നിങ്ങളെ ഇന്ന് കൊണ്ടുവന്നത്. അത് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരിയിലെ മാണിക്കോത്ത് പാലമാണ്. പച്ച പരവതാനി വിരിച്ചു നിൽക്കുന്ന വയലോരങ്ങളും കണ്ടൽ കാടുകളും തലയുയർത്തി നിൽക്കുന്ന മാണിക്കോത്ത് പാലവും അതിനെ മുറിച്ചു കടക്കുന്ന നദിയും ഇതൊക്കെ ചേർന്നതാണ് നമ്മുടെ കോഴിക്കോട് ജില്ലയിലെ ഈ ഒരു സ്പോട്ട്. ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് ആണ് ഇവിടെ വെച്ച് നടത്തപ്പെടുന്ന കയാക്കിംഗ്. ഇത് ശനി ഞായർ ദിവസങ്ങളിലാണ് കേട്ടോ ഉള്ളത്. കയാക്കിംഗ് എന്നൊക്കെ പറയുമ്പോൾ ലളിതമായിട്ടുള്ള ഒരു രീതിയിൽ നടത്തുന്ന കയാക്കിംഗ് ആട്ടോ. എന്നിരുന്നാലും അത്യാവശ്യം അഡ്വഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. അപ്പോൾ നമ്മൾ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. റേറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ബോർഡ് ഞാനിതിൽ ആഡ് ചെയ്യാം. പിന്നെ ഇതിലേക്ക് ഇറങ്ങുന്നതിനായിട്ട് ഒരു സമ്മതപത്രം ഫില്ല് ചെയ്ത് കൊടുക്കാനുണ്ട്. അതും ചെയ്ത് കഴിഞ്ഞിട്ട് ലൈഫ് ജാക്കറ്റ് ഇട്ട് നമ്മൾ ഇനി പുഴയിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ വരുന്നവരൊക്കെ സൂക്ഷിക്കുക. ലൈഫ് ജാക്കറ്റൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ അങ്ങനെ എടുത്ത് ചാടാനും നിൽക്കരുത്. ഇവരുടെ തന്നെ ഒരു ഇൻസ്ട്രക്ടർ താഴെ കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം നമുക്ക് പറഞ്ഞു തന്നു ഇതിലെങ്ങനെയാണ് ഈ കയാക്കിംഗ് നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടതെന്ന്. പിന്നെ ഇത് ബേസിക് ആയിട്ടുള്ള വിവരങ്ങൾ മാത്രമാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. കാരണം ഇത് അധികം കയാക്കിംഗ് ഒന്നും അറിയാത്ത ആളുകളല്ലേ ഇവിടെ വരുന്നത്. പിന്നെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. ഇനി അടുത്തത് നമ്മുടെ ഊഴാണ്. അപ്പോൾ നമ്മുടെ കയാക്കിംഗ് ബോട്ട് കിട്ടി. നമ്മളങ്ങനെ ഇറങ്ങി. ആദ്യമായി തുഴയുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നുമെങ്കിലും ഈ പുഴയുടെ ശാന്തത നമ്മളെ പെട്ടെന്ന് തന്നെ റിലാക്സ് ചെയ്യിപ്പിക്കും. നോക്കൂ, എന്ത് മനോഹരമായ കാഴ്ചകളാണ് ചുറ്റും. ഫ്രണ്ട്സും ഫാമിലിയായി വരുന്നവർക്കാണെങ്കിൽ ഒരുപാട് നല്ല ഓർമ്മകൾ സമ്മാനിക്കാൻ ഈ യാത്ര കൊണ്ട് കഴിയും. കയാക്കിംഗ് എന്ന് കേൾക്കുമ്പോൾ പലർക്കും ഒരു പേടിയുണ്ടാകും, ഇത് നമ്മളെ കൊണ്ട് പറ്റുമോ എന്ന്. പക്ഷേ ഇവിടുത്തെ കയാക്കിംഗ് അങ്ങനെയല്ല. ഇവിടുത്തെ പുഴയുടെ ശാന്തത, ഈ ഒഴുക്ക് തുടക്കക്കാർക്ക് പോലും ധൈര്യമായി തുഴയാൻ പ്രേരിപ്പിക്കുന്നതാണ്. ഒരുപാട് നാളായി ആഗ്രഹിച്ചിരുന്ന ഒരു യാത്രയാണിത്. നല്ല രസമുണ്ട് കേട്ടോ ഇങ്ങനെ തുഴഞ്ഞു പോകുമ്പോൾ. പിന്നെ ഒരു ഈവനിങ് ടൈമിൽ പോയതുകൊണ്ട് തന്നെ ഈ ആകാശം കാണാനും പിന്നെ നിറയെ ആമ്പലായതുകൊണ്ട് ഞാൻ ഈ കയാക്കിംഗ് ബോട്ടിലേക്ക് കുറേ ആമ്പലൊക്കെ ഇങ്ങനെ പറിച്ചിടുന്നുണ്ട്. ഈ ഒരു പുഴയ്ക്കൊരു ഒഴുക്കുണ്ട്, പിന്നെ ഒരു അടിയൊഴുക്കുള്ളത് പോലെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ഇവിടെ വരിക, ഇത് എക്സ്പ്ലോർ ചെയ്യുക. സമയം പോകുന്നത് അറിഞ്ഞില്ല. എത്ര മനോഹരമായ എക്സ്പീരിയൻസ് ആണിത്. ശരിക്കും പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും ഈ ഒരു അനുഭവം അറിഞ്ഞിരിക്കണം. ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഈ വെള്ളത്തിൽ അലിഞ്ഞു പോകുന്നത് പോലെ തോന്നും. അയ്യോ, യാത്ര അവസാനിക്കാൻ പോവുകയാണ്. സത്യം പറഞ്ഞാൽ തിരിച്ചു പോകാൻ ഒട്ടും തോന്നുന്നില്ല. ഈ പുഴയോടും ഇവിടുത്തെ കാഴ്ചകളോടും എന്തോ ഒരു ഇഷ്ടം തോന്നിപ്പോയി. പിന്നെ ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക് ഇത് വീക്കെൻഡ്സിൽ മാത്രമേ ഉള്ളൂ. ശനി ഞായർ ദിവസങ്ങളിൽ വന്നാലും നമുക്ക് ഇവിടെ കയാക്കിംഗ് നന്നായിട്ട് ആസ്വദിക്കാം. അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വീഡിയോസുമായിട്ട് നമ്മൾ വീണ്ടും വരും. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.